വിഷയം നമ്മുടെ വെടുപ്പും വൃത്തിയും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചു. അതിന് കാരണമുണ്ട്. ഒരു കുടുംബിനി എന്ന് പറയാം. ഉസ്താദെ, നമ്മളെ കെട്ടിയോനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് കുളിച്ച് ഒന്ന് വൃത്തിയാകെ ഒന്നും ചെയ്യൂല. പിന്നെ മൂപ്പര് കുളിക്കുന്നത് പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകാനാണ് എന്ന് പറഞ്ഞു. ഇത് പൊതുവെ ഒരു കുടുംബത്തിലുണ്ടാക്കുന്ന പ്രശ്നം എത്രമാത്രമാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ നമ്മുടെ ദീൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അൽ ഇസ്ലാം ദീനുൽ ജമാൽ, ദീനുൽ കമാൽ, ദീനുൽ നദാഫ, ദീനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കംപ്ലീറ്റ് ഈമാൻ ഉള്ള ഒരാളാകണമെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊണ്ട് വൃത്തിയും വെടുപ്പില്ലെങ്കിൽ അയാളുടെ ഹാഫ് ഈമാനുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്തഹൂറു ശതുറുൽ ഈമാൻ. നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു പാഠമാണ് വൃത്തി എന്ന് പറയുന്നത്, ശുദ്ധി എന്ന് പറയുന്നത്. അത് ശതുറുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവന്റെ ബോഡിയും അവന്റെ മനസ്സും അവന്റെ ഡ്രസ്സും അവൻ താമസിക്കുന്ന വീടും അവൻ ഉപയോഗിക്കുന്ന അവന്റെ വാഹനവും അവൻ ജീവിക്കുന്ന അവന്റെ ചുറ്റുപാടുകളുമൊക്കെ വൃത്തികെട്ടതായി കണ്ടാൽ അത് കുറ്റം ലഭിക്കുന്ന കാര്യമാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. അതൊക്കെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വൃത്തിയും വെടുപ്പുമില്ലാത്ത ഒരാൾ ബീബിയായിട്ടോ ഔലിയായിട്ടോ കാര്യമില്ല. അയാൾ അല്ലാഹുവിന് ഇഷ്ടമല്ല. ഖുർആൻ തന്നെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വുദു എടുത്തിട്ട് അതിന്റെ അവസാനത്തിൽ പറയുന്ന പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നത് വജഅൽനി മിനൽ മുതതഹിരീൻ എന്ന്. പടച്ചോനെ, എന്നെ നീ വൃത്തിയുള്ള വെടുപ്പുള്ള ശുദ്ധിയുള്ള ആളുകളിൽ ഉൾപ്പെടുത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഒരു ആയത്തിൽ അല്ലാഹു പറയുന്നത് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. തൗബ ചെയ്യുന്നവരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വൃത്തികേടായ മനസ്സ്, പാപം ചെയ്ത് മലീമസമായ മനസ്സ്, അത് ശുദ്ധിയാക്കാൻ, അത് വൃത്തിയാക്കാനുള്ള മാർഗമാണ് തൗബ. അപ്പോൾ മനസ്സ് ശുദ്ധിയുള്ള ആളുകളെയും അതുപോലെ തന്നെ വയുഹിബ്ബു അൽ മുതതഹിരീൻ, വൃത്തിയുള്ളവരെയുമാണ് അല്ലാഹുവിന് ഇഷ്ടം. അപ്പോൾ മാനസികമായിട്ടും അതുപോലെ തന്നെ പ്രത്യക്ഷമായിട്ട് ഭൗതികമായി നമ്മൾ എടുക്കുന്ന സ്ഥലം, ധരിക്കുന്ന ഡ്രസ്സ്, നമ്മുടെ ബോഡി എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം തന്നെ ശുദ്ധിയാക്കണം. അത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. അതില്ലെങ്കിൽ കുറ്റം കിട്ടുന്ന കാര്യമാണ് എന്നാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഈ വൃത്തി എത്രമാത്രം ഊന്നൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതിന് നമ്മുടെ ആരാധനകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. നിസ്കരിക്കാൻ പോകുന്നതിന്റെ മുമ്പ് നിങ്ങളെ ഹുദൂ സീനതക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. നബി തിരുമേനി ഈ ആയത്തിന് നൽകുന്ന വിശദീകരണം, നിസ്കരിക്കാൻ പോകുന്ന ആളുകൾ, പള്ളികളിലേക്ക് പോകുന്ന ആണുങ്ങളോടാണ് പ്രത്യേകിച്ചത് പറയുന്നത്. ഹുദൂ സീനതക്കും, നിങ്ങൾ നല്ല വൃത്തിയും വെടുപ്പുമുള്ള
മൊഞ്ചായ നല്ല വസ്ത്രമായിരിക്കണം പള്ളിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ധരിക്കേണ്ടത്. ഓഫീസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ജോലിക്ക് പോകുമ്പോൾ നല്ല അടിപൊളി ഡ്രസ്സ് കുളിച്ച് ഒരു സ്പ്രേ കൂടി അടിച്ച് നല്ല സ്മെല്ലോട് കൂടിയിട്ടാണ് പുറത്തിറങ്ങാറുള്ളത്. അതേ പടപ്പ് പഠിച്ചവൻ്റെ പള്ളിയിലേക്ക് പോകുമ്പോൾ ആ വീട്ടിലെത്തി ആ നല്ല ഡ്രസ്സുകളൊക്കെ അഴിച്ചിട്ട് കള്ളിമുണ്ടോ എടുത്തഴിച്ചിട്ടതോ ആയ ഡ്രസ്സ് എടുത്തിട്ട് പള്ളിയിലേക്ക് പോകും. സുബൈക്ക് പള്ളിക്ക് പോകുന്ന ആളുകളെ നോക്കിയാൽ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്, അന്തിക്ക് ഉറങ്ങിയപ്പോൾ കിടന്നപ്പെട്ട അതേ പാൻറ്റോ അതേ ടീഷർട്ട് ഇട്ടത് ചുളിഞ്ഞ രീതിയിൽ ആകെ വൃത്തികോട്ട കോലക്കേടോടുകൂടി പള്ളിക്ക് പോകും. ഇത് പാടില്ല. നിസ്കരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒതു ചെയ്യണം എന്ന് പറഞ്ഞതിൽ രണ്ട് കാര്യം. ഒന്ന്, ആ ഒതു ചെയ്യുന്നതിൽ നമ്മളെ പ്രത്യക്ഷത്തിലുള്ള നമ്മുടെ ബോഡി എല്ലാവിധ അഴുക്കുകളിൽ നിന്ന് ശുദ്ധിയാക്കുക. ഇതാണ് അതുകൊണ്ടൊന്നും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഒരാൾ എന്ത് ചെയ്യണം, ഒതുണ്ടാക്കുമ്പോൾ അവൻ്റെ മൂക്ക് നല്ലോണം എന്ത് ചെയ്യണം, വെള്ളം കയറ്റി ചീറ്റി വൃത്തിയാക്കണം എന്ന് പറഞ്ഞു. കാരണം എന്താ, സുബൈക്കൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോയി മൂക്ക് വെള്ളം കയറ്റി ചീറ്റി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ പള്ളിയിൽ നിൽക്കുന്നതിൻ്റെ ഇടയിൽ മൂക്ക് ഇങ്ങനെ ഒരിക്കും, അതുപോലെ തന്നെ മൂക്കിന് ശ്വാസതടസ്സം ഉണ്ടാകുന്നു, നമ്മളിങ്ങനെ വലിക്കും. ഇതൊക്കെ അടുത്തിരിക്കുന്നവർക്ക് ഇടങ്ങേറാണ്. വൃത്തിയില്ലാത്ത ദുർഗന്ധം വമിക്കുന്ന ഡ്രസ്സ്, ദുർഗന്ധം വമിക്കുന്ന വായയുമായി ജമാഅത്ത് നിസ്കരിക്കാൻ പോകുന്ന ആളോട് അരുത്, പാടില്ല എന്ന് റസൂല് വിലക്കി. അതിന് രണ്ട് കാരണം പറഞ്ഞത്. ദുർഗന്ധമുള്ള സ്മെല്ല് നല്ലതല്ലാതെ പള്ളിയിലേക്ക് നിങ്ങൾ നിസ്കരിക്കാൻ പോയാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് നിങ്ങളുടെ കൂടെ നമസ്കരിക്കുന്ന പങ്കെടുക്കുന്ന അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് അത് സഹിക്കില്ല, അവരെ നിങ്ങൾ ഉപദ്രവിക്കുക. പിന്നെ നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവനും അത് ഇടങ്ങേറാണ്. സിഗരറ്റ് വലിക്കുന്നവൻ അവനതിൻ്റെ ദുർഗന്ധം അറിയില്ല. എന്നാൽ നമുക്കറിയാം, ചിലപ്പോഴൊക്കെ ഈ പാക്ക് ഇതൊക്കെ തൊള്ളയിലിട്ടിട്ട് നിസ്കരിക്കാൻ നിൽക്കുന്ന പച്ചകളുടെ അടുക്കൽ നിന്ന് ചില സൗദികൾ പെട്ടെന്ന് ബാക്കിലേക്ക് മാറിപ്പോകും. എന്താ, മണത്തിട്ട്. അങ്ങനത്തെ അതുകൊണ്ടാണ് ഉള്ളി തിന്നാൽ പോലും ഉള്ളിയുടെ ഇല അത് തിന്നാൽ നിങ്ങൾ മസ്ജിദിലേക്ക് വരരുത് എന്ന് വിലക്കി. സ്വലയുടെ നമസ്കാരത്തിന്റെ തൊട്ട് സമയത്തിന്റെ മുമ്പെങ്ങാനും ഉള്ളി കഴിച്ച ഒരുത്തൻ ആണ് എങ്കിൽ ഓന് ജമാഅത്ത് നിസ്കരിക്കാൻ പോലും വരേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അത് പള്ളിയിലുള്ളവർക്ക് ഉപദ്രവമാണ്, പവിത്രരായ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് അത് ഉപദ്രവമാണ്. അപ്പൊ വൃത്തിയില്ലാത്ത രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞു. നമ്മുടെ കയ്യും കാലും ഒക്കെ നന്നായി വൃത്തിയാക്കിയിട്ടേ പള്ളിയിലേക്ക് പോകാവൂ എന്നുള്ളത് കൊണ്ടാണ് പള്ളിയിൽ വരുമ്പോൾ നിങ്ങൾ wudu ചെയ്ത് ഫ്രഷായിട്ട് വരണം എന്ന് പറയുന്നത്. പള്ളിയിലേക്ക് രാവിലെ wudu എടുത്തത് പിന്നെ തൻ്റെ മേക്കപ്പ് പോകും, മുടി ചീകിയതേതാകും എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ wudu ചെയ്യാതെ ഇടങ്ങേറായിട്ട് വൈകുന്നേരം വരെയും ദുഹറും അസറും ഒക്കെ അതുകൊണ്ട് നിസ്കരിക്കുന്ന ആളുണ്ട്, പെണ്ണുണ്ട്. പാടില്ല. രാവിലെ വീട്ടിൽ നിന്ന് മൂത്രമൊഴിച്ച് പോകും, സ്കൂൾക്കാണെങ്കിലും കമ്പനിക്കാണെങ്കിലും മറ്റ് ജോലി സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ പിന്നീട് തിരിച്ചെത്തുന്നത് വരെയും അത് പിടിച്ചു നിർത്തി മൂത്രം. എന്താ കാരണം? മൂത്രം ഒഴിച്ചാൽ ഒതുടുക്കേണ്ടി വരും. നിസ്കരിക്കണമെങ്കിൽ, സമയത്ത് നിസ്കരിക്കണമെങ്കിൽ അപ്പൻ്റെ മുഖത്തിൻ്റെ മേക്കപ്പൊക്കെ പോകും. ഇതൊക്കെ വളരെ ഗുരുതരമായ കുറ്റമാണ്. നമ്മുടെ ബോഡി അത് വളരെയധികം വൃത്തിയോടുകൂടിയായിരിക്കണം എന്നുള്ളതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നിർദ്ദേശിച്ച ഒരു ശക്തമായ കൽപ്പന ഒരു ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും
നമ്മുടെ ബോഡി അത് വൃത്തിയാക്കണം എന്ന് പറയുവാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞു. ഒരു ഹദീസിൽ 5 കാര്യങ്ങൾ എന്ന്, മറ്റൊരു ഹദീസിൽ 10 എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ഇതൊക്കെ ഒരു മുസ്ലിം നിർബന്ധമായിട്ട് ചെയ്തേ പറ്റൂ, ചെയ്തിരിക്കണം, അല്ലെങ്കിലോ കുറ്റം കിട്ടും. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കണം എന്നതിന് വേണ്ടിയാണ്. രോഗമുണ്ടാകുന്നതിൽ നിന്ന് തടയാൻ വൃത്തിയെ ഭൗതികമായി സയൻസ് മോട്ടിവേറ്റ് ചെയ്യുന്നു. വൃത്തിയാക്കണം, പരിസരം വൃത്തിയാക്കണം. അതുപോലെ തന്നെ കൈ ഇടക്കിടക്ക് കഴുകണം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ വൃത്തിഹീനമായ രീതിയിൽ ഉണ്ടാകരുത് എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാം നൽകുന്ന അതിൻ്റെ പ്രാധാന്യവും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. തിരുമേനി പലപ്പോഴും തന്നെ നമ്മൾ കേട്ട ഒരു ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണുന്നു, അൽ ഫിത്രതു ഖംസുൻ, നൈസർഗികമായി, പ്രകൃതിപരമായി, സ്വാഭാവികമായി നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട 5 കാര്യങ്ങളുണ്ട്. ഇത് തന്നെ മറ്റൊരു ഹദീസിലുള്ളത്, മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്ന ഹദീസിലുള്ളത് അശറത്തും മിനൽ ഫിത്ര എന്നാണ്. 10 കാര്യങ്ങൾ അത് നിങ്ങൾ സ്വാഭാവികമായി നിങ്ങൾ ചെയ്തേ പറ്റൂ. എന്നിട്ട് അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് അൽ ഖിതാൻ എന്നതാണ്. അത് മിക്കവാറും മുസ്ലിമായ എല്ലാ ആളുകളും ചെറുപ്പത്തിൽ തന്നെ അത് നിർവഹിക്കുന്നു. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ സുന്നത്ത് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത്. അത് സുന്നത്ത് കഴിക്കുന്നത് എന്തിനാണ് എന്ന് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ച് തരുന്നുണ്ട്. ഇത് മശ്റൂഇയ്യത്തുൽ ഖിതാൻ, എന്തിനാണ് ഇസ്ലാം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സുന്നത്ത് കഴിക്കണം എന്ന് നിർബന്ധമാക്കിയിരിക്കുന്നത്? അത് മദ്ഹബുകളിലൊക്കെ പുരുഷന്മാർക്ക് നിർബന്ധമാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, അന്നഹു ഫീ ഹഖ്ഖിർ റിജാലി ഫീഹി മസ്ലഹത്തുൻ തഊദു ഇലാ ശർത്തിൻ മിൻ ശുറൂത്തിസ് സ്വലാഹ്. നിസ്കാരത്തിന്റെ ഒരു നിബന്ധന അത് അയാൾ ചെയ്തതാകണമെങ്കിൽ, ആ നിബന്ധന അനുഷ്ഠിച്ചവനാകണമെങ്കിൽ അയാൾ ഖിതാൻ അനുഷ്ഠിക്കണം. എന്താ കാരണം? നമസ്കാരത്തിന്റെ ഒരു ഒന്നാമത്തെ നിബന്ധന ഷർത്താണ് തഹാറത്തുൽ ഹദഫ് എന്നുള്ളത്, വൃത്തി ഉണ്ടാവുക എന്നുള്ളത്. ഖിതാൻ കഴിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മൂത്രമൊഴിച്ചാൽ ആ മൂത്രത്തുള്ളി കംപ്ലീറ്റ് ഉറ്റി വീഴില്ല, കഴുകിയാലും പോകില്ല. അപ്പോ അത് അവനെടുത്ത വസ്ത്രത്തിലൊക്കെ ആ മൂത്രത്തിന്റെ തുള്ളി ഉണ്ടാവും. അതില്ലാതിരിക്കാൻ പ്രവാചക തിരുമേനി അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ സുന്നത്താക്കി. ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നത്, ഖിതാൻ ചെയ്യാത്ത പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ വൃത്തിയുള്ളവനാണെന്ന് പറഞ്ഞുകൂടാ എന്നാണ്. അപ്പോ ഖിതാൻ കഴിച്ചവനാണെങ്കിൽ പോലും പ്രവാചകന്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇതിനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അത് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അത്തൻസീഹ്, അത് ശരിക്ക് മനോഹരിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഈ ഹദീസിൽ തന്നെ തുടർന്നുകൊണ്ട് അത് വിശദീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ മൂത്രമൊഴിച്ചിട്ട് ടൈറ്റ് പാൻറ്റും ടൈറ്റ് ഷെഡ് ഇട്ടിട്ട് കംപ്ലീറ്റ് മൂത്രത്തുള്ളികൾ ഉറ്റി വീഴുന്നതിന് മുമ്പ് വെള്ളം അടിച്ച് സ്പ്രേ അടിച്ചിട്ട് എഴുന്നേറ്റ് പോന്നാൽ അതിനുശേഷം ഒരിറ്റ് മൂത്രം നമ്മുടെ ഡ്രസ്സിലുണ്ടെങ്കിൽ ആ മൂത്രമായ ഡ്രസ്സ് എടുത്ത് നമ്മൾ നിസ്കരിച്ച അള്ളാന്റെ മുമ്പിൽ നമ്മൾ പാപിയാണ്. ഖബറിൽ നബി തിരുമേനി നേർക്ക് നേരെ അനുഭവിച്ച ഒരു കാര്യം വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു തന്നു. കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ, അതിന്റെ കാരണം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തത്,
സഹാബികൾക്ക് പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു. അതെന്താന്ന് വെച്ചാൽ മൂത്രമൊഴിച്ചാൽ ശുദ്ധിയാക്കൂല എന്നല്ല, നന്നായി ശുദ്ധിയാക്കില്ല എന്നാണ്. അപ്പോ വൃത്തിയില്ലാത്ത രീതിയിൽ നമ്മുടെ ഷർട്ടോ നമ്മുടെ ജഡ്ഡിയോ നമ്മുടെ ഇന്നറുകളോ ഡ്രസ്സുകളോ അതെടുത്തിട്ട് നമ്മൾ നിസ്കരിച്ചാൽ അള്ളാന്റെ അടുത്ത് നിന്ന് ഭയങ്കര പാപിയാണ്. ആ നിസ്കാരം, ഒന്നാമത്തെ നിസ്കാരത്തിന്റെ നിബന്ധന തന്നെ തെറ്റിച്ചവനാണ്. അതില്ലാതിരിക്കാൻ വേണ്ടി പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ഖിതാൻ നിർവഹിച്ചിരിക്കണം. ആ ചർമ്മം, അഗ്രചർമ്മം അത് വിച്ഛേദിച്ച് കളയണം. അതിൻ്റെ ഉള്ളിൽ മൂത്രസുള്ളികൾ കെട്ടി നിൽക്കാതിരിക്കാൻ അത്രേ അത്. അതുപോലെ തന്നെ രണ്ടാമത് പ്രവാചക തിരുമേനി പറഞ്ഞു വൽ ഇസ്തിഹ്ദാദ്. ഇതും നമ്മളൊക്കെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും പ്രത്യേകം മനസ്സിലാക്കേണ്ട, പ്രവാചകൻ സ്വാഭാവികമായി ഒരു മുസ്ലിം നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യമാണ് അൽ ഇസ്തിഹ്ദാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനനേന്ദ്രിയങ്ങളിലുള്ള രോമങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളത്. അത് നിർബന്ധമാണ്. അത് ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റലുകളിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്ന നേഴ്സന്മാര് വളരെയധികം വിചിത്രമായി മോശമായിട്ട് പറയാറുള്ള കാര്യം, പലപ്പോഴും തന്നെ ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിലും ഒക്കെ അവരുടെ ഡെലിവറിയുടെ കാര്യങ്ങളിലൊക്കെ ഇവരുടെ പരാതികളായിട്ട് രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ് പലപ്പോഴും തന്നെ ജനനേന്ദ്രിയങ്ങൾ വൃത്തിയില്ലാത്തവരാണ്. സുബ്ഹാനല്ലാഹ്, എങ്ങനെ ഒരു മുസ്ലിമിന് ഇത് പറ്റും? ഒരിക്കലും തന്നെ പാടില്ല. ജനനേന്ദ്രിയങ്ങളിലുള്ള രോമങ്ങളെ വൃത്തിയാക്കുക. അതുപോലെ തന്നെ നമ്മുടെ കക്ഷങ്ങളിലുള്ള രോമം അത് വൃത്തിയാക്കണം. ചില ആളുകളൊക്കെ ഡ്രസ് അണിയുമ്പോൾ ബനിയനിടുമ്പോഴൊക്കെ കൈപോക്കുന്നത് കാണുമ്പോൾ പല റിസർവ് ഫോറസ്റ്റാന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ കക്ഷത്തെ രോമം വളർത്തി നിൽക്കുന്ന മനുഷ്യന്മാരെ കാണാം. നോൺ മുസ്ലിംസ് പോട്ടെ, വൃത്തികേടല്ലാതെ എന്ത് പറയും? ഇതിനെക്കുറിച്ചൊന്നും ധാരണ ഉണ്ടാവില്ല. നേരെ മറിച്ച് മാഷാ അല്ലാഹ് ഫാൻ്റെ ഇട്ട് നല്ല കുപ്പായം ഇട്ട് ഇസ്തിരിക്കിട്ട് അതുപോലെ തന്നെ കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ ചുള്ളനായിട്ട് പുറത്തേക്ക് വരും. പക്ഷേ അവന്റെ ആന്തരികമായ അവന്റെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം വൃത്തിഹീനമാണ്. ഒരു മുസ്ലിമിന് അത് പറ്റില്ല, നിർബന്ധമാണ്. കക്ഷങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളത് മുസ്ലിമിന് നിർബന്ധമാണ്. അത് മാത്രമല്ല കയ്യിലെയും കാലിലെയും നഖം അത് വളരാൻ അനുവദിച്ചുകൂടാ. ഇപ്പൊ അത് ഫാഷനാണ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് കയ്യിലെ നഖം അത് വളർത്തിവെക്കുന്നു, നീട്ടിവെക്കുന്നു. അതിനും പോരായിട്ട് സ്വാഭാവികമായിട്ട് വളരുന്ന നഖത്തിന് പകരമായി പലപ്പോഴും കൃത്രിമ നഖങ്ങൾ വാങ്ങിവെച്ച് അതുമേം പെയിന്റും ഇതും അടിച്ചിട്ട് വീട്ടി പുലികളെ പോലെ നഖം വളർത്തുന്ന പെണ്ണുങ്ങളുണ്ട്. എന്നാൽ എല്ലാ വിരലിൽ നിന്ന് ഒറ്റ വിരലിലല്ലേ എന്ന് വിചാരിച്ച് വളർത്തുന്ന നഖം വളർത്തുന്ന ആണുങ്ങളുണ്ട്. പാടില്ല, കുറ്റം കിട്ടും. അതിനെക്കുറിച്ചൊക്കെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് കാണുക. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, വഖത ലനാ ഫി ഖസ്സി ശവാരി വതഖദീമിൽ അദാഫിർ വനത്ഫിൽ ഇബ്തി വഹൽഖൽ ആന. ഞാൻ മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അതിലെ ഒന്നുകൂടി വഖസ്സു ശാരിബ്, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മീശ വെട്ടിച്ചെറുതാക്കുക. മീശ ഒരിക്കലും തന്നെ തൊള്ളയിലേക്ക് ചാടിക്കിടക്കുന്ന രീതിയിൽ, ഭക്ഷണം കഴിക്കുമ്പോൾ അതുമ്മ തട്ടുന്ന രീതിയിൽ അടിപൊളി മാഷാ അല്ലാഹ് കട്ടി മീശ. ഒരിക്കലും തന്നെ തന്റെ ചുണ്ടിന്റെ താഴേക്ക് വളരുന്ന മീശകൾ ഉണ്ടാകാൻ പാടില്ല, കുറ്റകരമാണ്. അത് വെട്ടണം. മീശ വടിക്കാനും പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. മീശ വെട്ടുക എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുന്നത് അതിനൊക്കെയുള്ള ടൈം. വഖത എന്ന് പറഞ്ഞാല്
തൗഖീത്ത്, ടൈം നിശ്ചയിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയാണ് ടൈം? അല്ലാ നതുറുക്, മുകളിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾക്കൊന്നും ഒരു എക്സ്ക്യൂസും ഇല്ല. അത് അക്സറ മിൻ 40 യൗമ, 40 ദിവസത്തെ മാക്സിമം ഒരാള് നഖം പട്ടാതിരിക്കുന്നുവെങ്കിൽ 40 ദിവസം വരെ ആകാം. എന്നാ 40 ദിവസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചണോ? ഇല്ല, അതില്ല. യഥാർത്ഥത്തിൽ ഓരോ വെള്ളിയാഴ്ചകളിലും ജുമാ നമസ്കാരം നിർവഹിക്കുന്നതിന്റെ മുമ്പ്, പള്ളിയിൽ പോകുന്നതിന്റെ മുമ്പ് ഇതൊക്കെ വൃത്തിയാക്കി പോകുക എന്നുള്ളതാണ് നല്ലത്. മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്, ഓ ആ ബോഡി പറയാൻ പാടില്ല ശരിക്ക്. കാരണം എന്താ, ബോഡി മയ്യത്ത് കുളിപ്പിക്കുന്നതൊക്കെ ചിലപ്പോൾ അന്യറയിക്കാൻ അവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടതൊക്കെ സ്വന്തക്കാരായിരിക്കണം എന്ന് പറയുന്നത്. പെണ്ണുങ്ങൾ മരിച്ച ആണുങ്ങൾ ഭർത്താവ് കുളിപ്പിക്കണം, ഭർത്താവിനെ ഭാര്യക്ക് കുളിപ്പിക്കാം. അതുപോലെ തന്നെ ഉപ്പ, ഉമ്മ, മക്കള് ഇവരൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുളിപ്പിക്കേണ്ടത്. എന്നാലേ ബോഡി വളരെ വൃത്തിയായിട്ട് ആ ബോഡി, ജനാസ, മയ്യത്ത് ശുദ്ധിയാവുള്ളൂ. മറ്റത് എങ്ങനെയെങ്കിലും ഘടകമാ തീരുമാനിച്ചത് സംഗതി നിർത്തും. എന്താ കാരണം? അതിന് ഇതൊക്കെ തന്നെയാണ്. ഓ ആ മയ്യത്ത് എന്ന് നഖം പറ്റി അയാളുടെ നഖണ്ട് നീണ്ടു കിടക്കുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? എപ്പോഴാ നമ്മൾ മരിക്കുക അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും തൻ്റെ ബോഡി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, നഖം വെട്ടിയിരിക്കണം. കയ്യിലെ നഖമൊക്കെ മിക്കവാറും ഒക്കെ വെട്ടും. അത് ചിലപ്പോൾ കടിച്ചു മുറിച്ചു കാണും. കുട്ടികളെ പോലെ വലിയവർ പോലും നഖം കടിച്ച് മുറിക്കുന്നവരുണ്ട്. കാരണം ബിസിയല്ലേ, വീട്ടിൽ നിന്ന് അതിന് നേരം കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ ഇങ്ങനെ പോകുമ്പോഴേക്കാരം ഒഴിഞ്ഞിരിക്കുന്ന നേരത്തേക്കാരം ഡ്യൂട്ടിൻ്റെ അടിയിലേക്കാരം അവിടുന്ന് കൈകൊണ്ട് പൊട്ടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കും. അതിനെ കാണിക്കരുത്. അതൊക്കെ നമ്മളൊരു റൊട്ടീൻ എന്നുള്ള നിരക്ക് തന്നെ അത് നമ്മൾ ചെയ്തിരിക്കണം. അത് 40 ദിവസത്തേക്കാൾ മാക്സിമം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ 40 ദിവസം വരെ പോവാ. പിന്നെ ഒരാളുടെ ഡൗട്ട്, ഒരാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി, കുളി നിർബന്ധമായി. ആ കുളിക്കുന്നതിന് മുമ്പ് നഖം വെട്ടാൻ പറ്റുമോ എന്നാണ്. ഒരു പ്രശ്നമില്ല. പ്രസവിച്ചു കിടക്കുന്ന ഒരു പെണ്ണ് ശുദ്ധിയാകുന്നത് വരെയും അവരുടെ മുടിയും നഖവും വെട്ടാതിരിക്കണം. അതിന്റെ ആവശ്യമില്ല. അത് വെട്ടുക എന്നുള്ളതാണ് അഭികാമ്യം. നമ്മൾ ഏത് സമയത്ത് ആരുടെ മുമ്പിലും നമ്മൾ വൃത്തികെട്ടവനായി മാറാൻ പാടില്ല. ബോഡി കുളിപ്പിക്കുന്ന ഒരാൾക്ക് മുമ്പിൽ ഒരു ഹോസ്പിറ്റൽ കേസിൽ നമ്മൾ ട്രീറ്റ്മെന്റിൽ ചെല്ലുമ്പോഴൊന്നും ബോഡി കണ്ടിട്ട് അറപ്പ് തോന്നുന്ന ഡോക്ടർമാരോ നഴ്സുമാരോ ഉണ്ടാകരുത്. അത് മുസ്ലിങ്ങളെ ആ രീതിയിലാകാൻ പാടില്ല. അതുകൊണ്ട് പ്രവാചക തിരുമേനി നമ്മളോട് സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. പ്രവാചക തിരുമേനി മഹദി ആയിഷ 10 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ ആ സ്വാഭാവികമായ പ്രകൃതിപരമായ കാര്യങ്ങളിൽ പ്രവാചക തിരുമേനി ഉണർത്തിയത് കശ്ശാരിബ് പറഞ്ഞിട്ട് താടി നിലനിർത്തുക. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സിംഹത്തിന്, ആൺ സിംഹത്തിന്റെ അതിന്റെ പോടകളൊക്കെ പഠിച്ചു കളഞ്ഞാൽ അതിന്റെ പൗരുഷമില്ലാതെയാവും. ഇതുപോലെ തന്നെയാണ് ആണും. ആണിന്റെ മുഖത്ത് താടിയില്ലെങ്കിലാണ് ഞാൻ ആണാവുക എന്നത് അവന്റെ തോന്നലാണ്. പെണ്ണാകണമെങ്കിൽ മുഖത്ത് താടി രോമങ്ങൾ ഉണ്ടാകരുത്. നമ്മുടെ KK സക്കരിയ സലാഹി റഹിമഹു, അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ചിലപ്പോഴൊക്കെ പറയും, ചില ആണുങ്ങളെ മുഖത്തേക്കാണ് നോക്കിയാല് മംഗലത്തിന്റെ മൂട്ടക്ക് നോക്കിയ മാതിരിയാണ് എന്ന്. മുഴുവൻ ദിവസങ്ങളിലും പഠിച്ച് വൃത്തിയാക്കിയിട്ട് പുറത്തിറങ്ങുന്നവൻ. പ്രവാചക തിരുമേനിയുടെ സുന്നത്ത് ഞാൻ ജീവിതത്തിൽ പാലിക്കുന്നവനാണെന്ന് പറയുകയും അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. അള്ളാഹു ഓരോ പ്രവാചകന്റെ നടപടി ക്രമങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളോട് ചോദിക്കുമത്രേ, മാതാ ഉജിത്തുമുൽ മുർസലീൻ, ഈ പ്രവാചകന്മാരുടെ ഈ അധ്യാപനങ്ങൾ, ഈ മാർഗങ്ങൾ, ഈ ഉസ്വത്ത് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ നമ്മള് അതൊക്കെ എന്റെ കെട്ടിയോള് പറഞ്ഞു, ഇക്ക നിങ്ങളെ മുഖത്ത് താടിണ്ടായ മോശമാണ്, അല്ലെങ്കിൽ മുദീറ പറഞ്ഞു, ഇല്ല
താടി വെച്ചതിന്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ടവരില്ല. നമുക്കൊരു നിലപാടുണ്ടെങ്കിൽ താടി വെച്ചു എന്നതിന്റെ പേരിൽ ഇക്കയുടെ മുഖം വികൃതമല്ല. അത് പെണ്ണുങ്ങളും മനസ്സിലാക്കണം. അത് രണ്ടാമതായി പ്രവാചകൻ ഉണർത്തിയത് അസിവാക് എന്നുള്ളതാണ്. വായ വൃത്തിയാക്കുക. വായ വൃത്തിയാക്കുക എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ വായ വൃത്തിയാക്കുന്നിടത്ത് പ്രവാചകൻ വുളു ചെയ്യുന്നതിന്റെ മുമ്പ് വായ നന്നായി വൃത്തിയാക്കും. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് വായ നന്നായി വൃത്തിയാക്കും. നമ്മള് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോ മീൻ തിന്നിട്ട് അല്ലെങ്കിൽ മണക്കണ വേറെന്തെങ്കിലും തിന്നിട്ട് നമ്മൾ പോകൂല. കാരണം എന്താ? അത് ഓഫീസിൽ കാണി ചെല്ലുമ്പോ ആർക്കെങ്കിലും അതിന്റെ സ്മെല്ലടിച്ചാലോ, എന്നാ പള്ളിക്ക് പോകുമ്പോഴോ നിസ്കരിക്കാൻ പോകുമ്പോഴോ ആ സ്മെല്ല് നമുക്ക് പ്രശ്നമല്ല. അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടന്റ്, പ്രവാചക തിരുമേനി ദുഖൂലിൽ ബൈത്ത്, തന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതിന്റെ മുമ്പ് പ്രവാചകൻ തന്റെ വായ വൃത്തിയാക്കാറുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോകുമ്പോ ഒരു നല്ല പെണ്ണിനെ ആദരിക്കുന്ന ഭർത്താവാണെങ്കിൽ, മക്കളെ ആദരിക്കുന്ന ഉപ്പയാണെങ്കിൽ, ഭർത്താവിനോട് സ്നേഹമുള്ള പെണ്ണാണെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞ് കിട്ടുന്നതൊക്കെ വാരി വലിച്ച് വിളമ്പിത്തുന്നു. ഇതൊക്കെ പല്ലിന്റെ ഈരിയിലും അവിടെ ഇവിടെയൊക്കെ തങ്ങി നിൽക്കും. ആ സ്മെല്ലും വായിലുണ്ടാകും. എന്നിട്ട് വായ വൃത്തിയാക്കാതെ കിടപ്പറയിലേക്ക് ചെന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, ഞാൻ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ എങ്ങനെ സഹിക്കും പെണ്ണ്, അങ്ങനെയുള്ള ആണാണെങ്കിൽ എങ്ങനെ ഭർത്താവ് സഹിക്കും? പൊന്നുമക്കളെ വിളിച്ചുകൊണ്ട് സിഗരറ്റും മറ്റു വസ്തുക്കളും തിന്ന് ദുർഗന്ധം വമിക്കുന്ന വായ വെച്ചുകൊണ്ട് കുഞ്ഞുമക്കളുടെ കവിളിൽ ഉമ്മ വെക്കുന്ന ഉപ്പമാരും ഉമ്മമാരും. എന്തൊരു ദുരന്തമാണ്! അതുണ്ടാകരുത്. നമസ്കാരത്തിലേക്ക് പോകുമ്പോൾ, വീട്ടിലേക്ക് എത്തുമ്പോൾ പ്രവാചകൻ തന്റെ വായ വൃത്തിയാക്കുന്നു. ഖിറാഅത്തുൽ ഖുർആൻ മുസബിടത്ത് ഓതുമ്പോൾ പവിത്രമായി കാന ലാ യമുസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധിയുള്ളവരെ ഖുർആൻ തൊടാൻ പാടുള്ളൂ. നല്ല വെടുപ്പും വൃത്തിയും പാടും. മലക്കുകളുടെ സാന്നിധ്യമുണ്ട് ദിക്റുകളുടെ സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഖുർആൻ ഓതുമ്പോൾ. അവിടെയൊക്കെ നമ്മൾ നല്ല വൃത്തിയുള്ളവരായിരിക്കണം. ഇൻദൽ ഖിയാമി മിനൻ നൗം, ഉറക്കിൽ നിന്ന് ഉണർന്നാൽ നിങ്ങൾ വായ വൃത്തിയാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ഉണർത്തി. അതുപോലെ തന്നെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നേരത്തെ പറഞ്ഞ അബൂ ഹുറൈറയുടെ ഹദീസിൽ ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിക്കാം. വഗസലിൽ ബറാജിം, അതുപോലെ ബറാജിം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ വിരലുകളുടെ കണിപ്പുകളിൽ, മടക്കുകളിൽ, ആ കയ്യിൻ്റെതാണെങ്കിലും കാലിൻ്റെതാണെങ്കിലും അത് നന്നായി നിങ്ങൾ കഴുകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാരണം എന്താ? അവിടെയൊക്കെ വിയർപ്പും ചെളിയും അതൊക്കെ തിളങ്ങിട്ട് നിൽക്കും. മദ്രസയിൽ വരുന്ന കുട്ടികളുടെ കൈകൾ ചിലപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കാണാം ആ കൈ നഖങ്ങളിൽ മുഴുവനും ചെളി പിടിച്ചിരിക്കുന്നുണ്ടാവും. ആ ചെളി രണ്ട് കൈയിലും നഖങ്ങളിൽ കറുത്ത ചളി ഉണ്ടാകും. കാരണം എന്താ? നമ്മൾ സ്കൂളിലും പോകും, അവിടെ ഇവിടെയൊക്കെ പോകും, തലയിലും മാന്തും, മൂക്കിലും മാന്തും, പെരടിയിലും മാന്തും, അവിടെ ഇവിടെയൊക്കെ ആദ്യം ആ വിയർപ്പ് മുഴുവനും നഖത്തിന്റെ ഉള്ളില്. എന്നിട്ട് കറിയും പറന്നിട്ട് കുബൂസും ചോറും കുഴച്ച് ഈ ചളിയും വിയർപ്പും ഇതൊക്കെ ഫുഡിലായിട്ട് നമ്മൾ തിന്നും ചെയ്യും. മക്കളുടെ കൈകാലുകളുടെ നഖങ്ങൾ വെട്ടിക്കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. അവരത് ശ്രദ്ധിക്കണം. ഭാര്യയുടെ നഖം വെട്ടിക്കൊടുക്കണം ഭർത്താവ്, ഭർത്താവിന്റെ നഖം വെട്ടിക്കൊടുക്കണം ഭാര്യ. ഇതൊന്നും ഇങ്ങനെ വെച്ച് പൊറപ്പിക്കേണ്ടതല്ല. അത് കൈയാണെങ്കിലും ശരി, കാലാണെങ്കിലും ശരി, അവനവൻ വെട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർ വെട്ടിക്കൊടുക്കുക. നീ വെട്ടുന്നുണ്ടെങ്കിൽ വരെ അതൊരു സ്നേഹബന്ധത്തിന്റെ ഊഷ്മളതയ്ക്ക് അതൊക്കെ നല്ലതാണ്. നിങ്ങൾ വൃത്തിയുണ്ടാകണം, വെടുപ്പുണ്ടാകണം എന്നാണ് ഇതിൽ നിന്ന് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ
ഹദീസുകളിൽ പരാമർശിച്ച കാര്യങ്ങൾ നമ്മുടെ സ്വാഭാവികമായി നമ്മൾ ഓരോരുത്തരും നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ അത്രേ. ഇനി അത് കഴിഞ്ഞ് പലപ്പോഴും തന്നെ ഈ വൃത്തിയുടെയും വെടുപ്പിൻ്റെയും, അത് ശാരീരികമാണെങ്കിലും ഡ്രസ്സാണെങ്കിലും മാനസികമാണെങ്കിലും, അതൊക്കെ വൃത്തിയും വെടുപ്പും ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ് എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു പെണ്ണിനെ സംബന്ധിച്ച്, ഒരാണിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വീട്ടിലുള്ള പെണ്ണ് നല്ല വൃത്തിയോടെ വെടുപ്പോടെ ഉണ്ടാകണം, കാണപ്പെടണം എന്ന് പുതിയാപ്പിളമാർ ആഗ്രഹിക്കുന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോ മുടിയും പാറിപ്പറന്ന് ഭ്രാന്തിയെ പോലെ നിൽക്കുന്നവരാകരുത്. വേലകളുണ്ടാകും, അടുക്കളപ്പണി ഉണ്ടാകും, വീട്ടിലത്തെ ഒരുപാട് ഉണ്ടാകും. ഇതൊക്കെ ഓക്കെ. എന്നാലും വീട്ടിലേക്ക് തൻ്റെ കെട്ടിയോൻ വരുന്നതിന് മുമ്പ് അതൊക്കെ തീർത്ത് നല്ല പ്രസരിപ്പോടെ ഫ്രഷ്നെസ് കാത്തു സൂക്ഷിക്കേണ്ടവളാണ് പെണ്ണ്. അതേപോലെ തന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോ ജോലി സ്ഥലത്തെ ടെൻഷനും ആ മുഖത്ത് എല്ലാവിധ വികൃതങ്ങളുമായി പാറിപ്പറന്ന മുടിയും വിയർപ്പൊലിച്ച് ആകെ പരവശനായി വന്ന് അതേ കോലത്തിൽ തന്നെ വീട്ടിലിരിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. വീട്ടിലെത്തിയാൽ അവൻ ഉന്മേഷമുള്ളവനാകണം, നല്ല ഡ്രസ്സ് ധരിക്കണം, അവന്റെ വിയർപ്പിന്റെ ഗന്ധങ്ങളൊക്കെ അതൊക്കെ മാറ്റിയിട്ടായിരിക്കണം വീട്ടിൽ അവൻ ഇരിക്കണം. സമാധാനത്തിന്റെ ഭവനമാകണം. അതിനതൊക്കെ വേണം. കെട്ടിയോള് നല്ല സുന്ദരിയായി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ റസൂൽ ഒരു സഹാബിയോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ കെട്ടിയോട് നല്ല മൊഞ്ചത്തിയായിരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നീ സുന്ദരനായി കാണാനാണ് നിന്റെ പെണ്ണും കൊതിക്കുന്നത്. അവൾക്ക് വേണ്ടി നീ സൗന്ദര്യത്തോടെ നീ നിൽക്കണം, എണിഞ്ഞൊരുങ്ങണമെന്ന് നബി തിരുമേനി ഉണർത്തി. നമ്മൾ ആണാണെങ്കിലും പൊതുവെ, അതുപോലെ തന്നെ പെണ്ണാണെങ്കിലും പൊതുവെ കാണപ്പെടുന്നത് വീട്ടിലെത്തിയാൽ ആകെ മുഷിപ്പനായി കോലക്കേടോടുകൂടിയിരിക്കും. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴോ മാഷാ അല്ലാഹ് ലോകസുന്ദരി, നല്ല സുമുഖൻ, നല്ല മൊഞ്ചൽ. ഇതല്ല, പുറത്ത് മാത്രമല്ല അകത്തളങ്ങളിലും നമ്മുടെ വൃത്തിയും വെടുപ്പും സൗന്ദര്യവും ഉണ്ടാകണമെന്ന് പ്രവാചകൻ ഉണർത്തി. ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും. നബി തിരുമേനി വസ്ത്രധാരണത്തെ കുറിച്ച് സൂചിപ്പിക്കുകയായിരുന്നു. അപ്പോ വസ്ത്രത്തിൽ നിങ്ങൾ അമിതമായ പണം ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. അത് മറ്റൊരാൾക്ക് കണ്ടാൽ അഹങ്കാരത്തിൻ്റെതാണെന്ന് തോന്നുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ആയിക്കൂടാ എന്നൊക്കെ പറഞ്ഞപ്പോ നബി തിരുമേനിയോട് ഒരാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നബിയേ, എൻ്റെ വസ്ത്രം അത് നല്ല ഭംഗിയുള്ള വസ്ത്രമാണ് ഞാൻ ധരിക്കുന്നത് എങ്കിൽ അത് അഹങ്കാരത്തിന്റെ അടയാളമാകില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമാവില്ല. നല്ല മൊഞ്ചായ വസ്ത്രം ധരിക്കുന്നത് ഒരിക്കലും തന്നെ അഹങ്കാരമല്ല, മറിച്ച് ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. ഞാൻ പറഞ്ഞത് അദ്ദീനുൽ ജമാൽ, ഭംഗിയുടെ മതമാണ് ഇസ്ലാം. പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ, സൗന്ദര്യവാനാണ് നമ്മുടെ റബ്ബ്. അതുപോലെ തന്നെ യുഹിബ്ബുൽ ജമാൽ, അതുപോലെ തന്നെ ആ സൗന്ദര്യത്തെ അള്ളാഹുവിന് ഇഷ്ടമാണ്. നാലാളുകൾ കാണാൻ വേണ്ടി നല്ല നിലയിൽ വസ്ത്രം ധരിക്കുക, വീട്ടിൽ ഏറ്റവും അധികം മോശപ്പെട്ട രീതിയിലാകുക, ഇതുണ്ടായിക്കൂടാ. അത് പെണ്ണിനും അങ്ങനെ തന്നെയാണ്. പുറത്തിറങ്ങുന്ന പെണ്ണ് അടിഞ്ഞൊരുങ്ങി സുന്ദരിയായി പുറത്തേക്ക് ഇറങ്ങുക, വീട്ടിലെത്തിയാൽ കരി പിടിച്ചിരിക്കുന്ന കോലത്തിലാകാൻ പാടില്ല. വീട്ടിലാണ് ഏറ്റവും കൂടുതൽ നല്ല നിലയിൽ വർത്തിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ വീടുകൾ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വീടിൻ്റെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. വീട്ടിലെത്തിയാൽ പിന്നെ പെണ്ണുങ്ങളൊരു കഥയാണ്, ഒരു ആവേർ. പിന്നെ ഓലൊന്ന് റെയിലുമേ കയറണമെങ്കിൽ പിറ്റേ ദിവസം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർച്ചേസിങ്ങിനോ അതല്ലെങ്കിൽ ഒരു മാർക്കറ്റിലേക്കോ ഒന്ന് പുറത്തിറങ്ങിയോ ഒക്കെ വേണം. അപ്പോൾ അടിപൊളിയാവും. ഇങ്ങനെ ആയിക്കൂടാ എന്ന് ഉണർത്തുന്നു. അതുപോലെ തന്നെ ഈ വൃത്തിയും വെടുപ്പിൻ്റെയും ഭാഗം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റുകൾ ഒരിക്കലും തന്നെ
നമ്മൾ റോട്ടിലേക്കോ പൊതുസ്ഥലങ്ങളിലേക്കോ വലിച്ചെറിയുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. നമ്മൾ കാഷ്ടിക്കുന്നതോ മൂത്രമൊഴിക്കുന്നതോ വഴികളിലാകരുതെന്ന് പ്രവാചകൻ വിലക്കിയത് എന്തുകൊണ്ട് എന്ന് ഹദീസുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മൂക്ക് തുടക്കും ടിഷ്യൂ പേപ്പർ പുറത്തേക്ക് പുറത്തേക്കാണ് വലിച്ചെറിയും. അത് ഇങ്ങനെ പോക്കറ്റിൽ നിറയെ ടിഷ്യൂ ഉണ്ടാവും. അതുകൊണ്ടൊക്കെ നമ്മൾ മൂക്ക് കുറച്ച് കണ്ണ് കുറച്ച് വിയർപ്പ് തുടച്ച് അവിടെ ഇവിടെ ഒക്കെ ഇടും. അതല്ലെങ്കിൽ വണ്ടിന്റെ ഡോറിന്റെ എവിടെയാണോ പോക്കറ്റുകളായിട്ടുള്ള അവിടെ മുഴുവൻ കുത്തി നിറക്കും. ഇതൊന്നും പാടില്ലാത്തതാണ്. ഒരു വണ്ടിയാണെങ്കിലും ഒരു വീടാണെങ്കിലും മറ്റൊരു പൊതുസ്ഥലങ്ങളാണെങ്കിലും അവിടെയൊക്കെ കണ്ടിടത്തും കാണുന്നിടത്തും ഒക്കെ വേസ്റ്റ് വലിച്ചെറിയേണ്ടവനല്ല. പള്ളികളിൽ ഒഴിഞ്ഞിരിക്കുമ്പോൾ നമസ്കാരാനന്തരവും നമസ്കാരം കാത്തിരിക്കുന്നവരിലും കാണപ്പെടാറുള്ള ഒരു ചെറിയ എന്നാൽ ഗുരുതരമായ തെറ്റെന്താണെന്നല്ലോ, അപ്പോഴേക്കാരം നനഞ്ഞ കാല്, ഞാൻ നേരത്തെ പറഞ്ഞ നഖണ്ടല്ലോ, കാലുമത്തെ നഖവും കാലുമത്തെ ആ പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുന്ന അവന്റെ സ്കിന്നും ഇതൊക്കെ തൊരിച്ചും പറിച്ചും മാന്തിയും ഇടുന്നത് പള്ളിയിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. പള്ളിയിൽ കാണുന്ന എന്തെങ്കിലും ഒരു വൃത്തികേട് അതുണ്ടായാൽ അത് നീക്കുക അവനായിരിക്കണം മുസ്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നബി തിരുമേനിയുടെ ഒരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബിനാഇൽ മസാജിദി ഫിദ്ദുവർ, വീടുകളിൽ നമസ്കരിക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടാക്കണം എന്ന് നബി തിരുമേനി ഞങ്ങളോട് കൽപ്പിച്ചു. അതാണല്ലോ പള്ളികൾ. വഅമറ ബിഹാ അൻ തുനദ്ദഫ വതുതയ്യിബ, അത് നല്ല സ്മെല്ല്, നല്ല സുഗന്ധം പൂശി നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. പള്ളി വൃത്തിയാക്കാനും അടിച്ചു വാരുവാനും പ്രവാചകൻ ഒരാളെ ഏർപ്പാടാക്കി എന്നുള്ളത് നമുക്കറിയാം. അപ്പോ പള്ളിയിൽ ഒരിക്കലും തന്നെ വൃത്തികേടുകൾ ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലങ്ങളിലും അങ്ങനെ ആയിക്കൂടാ. ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ത്വഹിറൂ അഫ്നിയതക്കും, വീടിന്റെ പരിസരം നിങ്ങൾ വൃത്തിയാക്കുക. ഫഇന്നൽ യഹൂദ ലാ തുതഹിറു അഫ്നിയതഹും അഫ്നിയതഹാ, ജൂതന്മാരൊന്നും അവരവരുടെ വീടിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കില്ല. പൊതുവെ ആരോഗ്യപരമായ ഒരു നിർദ്ദേശവും കൂടിയാണ് പ്രവാചകൻ ഇതിലൂടെ ഉണർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മുടേതായ സമീപനമുണ്ട്. പലപ്പോഴും ജൂതന്മാർ കളിയാക്കി നിങ്ങൾക്കറിയാം, എത്ര ചങ്ങായി എൻ്റെ ഇത് നിസാര കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ, അതെ, ഞങ്ങളുടെ പ്രവാചകൻ എങ്ങനെയാണ് മൂത്രയിച്ച ശുദ്ധിയാക്കേണ്ടത്, ബാത്റൂമിൽ നിന്ന് 2 കഴിഞ്ഞാൽ എങ്ങനെ ശുദ്ധിയാക്കണം എന്നൊക്കെ ഞങ്ങളോട് പഠിപ്പിക്കുക. ഒക്കെ ദീനാണ്, ദീനീപരമായ കർമ്മമാണ്, ആരാധനയാണ്, പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. ഇതിലൊക്കെ മുസ്ലിങ്ങളുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നാണ് ഉണർത്തുന്നത്. ചുരുക്കത്തിൽ നമ്മൾ ഈ വൃത്തിയും വെടുപ്പും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത് അനിവാര്യമാണ്. നല്ല വൃത്തി വെടുപ്പോടുകൂടിയുള്ള ഞാൻ ഈ പറഞ്ഞത് രീതിയിലുള്ള സമീപനമുണ്ടായാൽ അത് നമ്മുടെ മാനസികമായ ഉത്കർഷം, ആത്മധൈര്യം, മനസ്സിന് തന്നെ ഒരു കുളിരായിരിക്കും. വൃത്തി വെടുപ്പില്ല, നല്ല ഫ്രഷായി തേച്ച് നല്ല അടിപൊളി നല്ല യൂണിഫോമും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞേക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഓൾക്ക് ഇടുമ്പോൾ തന്നെ ഒരു ഉഷാരയ്ക്ക. വൃത്തിയും വെടുപ്പൊന്നും ഇല്ലാത്ത കുട്ടികൾ ആ വീട്ടിൽ ചെന്നിട്ട് സ്കൂളിൽ ചെന്നിട്ട് മദ്രസയിലാണെങ്കിൽ കാണാൻ ഇങ്ങനെ ഉണങ്ങി ചുരുങ്ങിയിരിക്കുന്നത്. ആണുങ്ങളും കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമായി ഇടപഴകുമ്പോഴും നമുക്ക് ഒരു അപകർഷത ബോധമില്ലാതെ ആളുകളുമായി ഇടപഴകാൻ വൃത്തിയുള്ളവരാവുക. അള്ളാഹു ആദ്യമായി പറഞ്ഞ ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.